ചാലക്കുടി നിയമസഭാ മണ്ഡലം ബെന്നി ബെഹനാനെ വിജയിപ്പിക്കുക. കൂടെയുണ്ടാകും നാളെ കെ ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ചാർലി പോൾ 2020. നമ്മുടെ ചിഹ്നം ഒരു കൂടം. ആരുമില്ലല്ലോ, പാർട്ടിക്കാരൊന്നും കാണുന്നില്ലല്ലോ ചേട്ടാ. ചതുഷ്കോണ മത്സരമായിരിക്കോ? അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഏകപക്ഷീയാണോ? ഏകപക്ഷീയൊന്നുമില്ല. അങ്ങനെയല്ല. അപ്പൊ രണ്ടുപേർ തമ്മിലാണോ മൂന്നുപേർ തമ്മിലാണോ? രണ്ടുപേർ തമ്മിലാണ്. രണ്ടുപേർ തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. ആരാ രണ്ടുപേര്? 2020 ആണോ? 2020 ആണ് ഈ പ്രാവശ്യം. അതെ. അപ്പൊ നിങ്ങൾ ആരോടോ മത്സരിക്കുന്നത്? ഞങ്ങള് 3 മുന്നണിയോട് മത്സരിച്ചാണ് ഞങ്ങൾ ജയിക്കാൻ പോണേ. പക്ഷേ രണ്ടാമത്തെ ശക്തി നിങ്ങളാണ്, അങ്ങനെയാണ്? അല്ല, ഒന്നാമത്തെ ശക്തി ഞങ്ങളാണ്. ഞങ്ങൾക്ക് 3 ലക്ഷം മെമ്പർഷിപ്പ്, ഓൺലൈൻ മെമ്പർഷിപ്പ് ചാലക്കുടിയിലുണ്ട്. 3 ലക്ഷം വോട്ടും പെട്ടിയിൽ വീഴും. 3 ലക്ഷം വീഴും. 3000 ആയിരിക്കും പറഞ്ഞാണ്. 3 ലക്ഷം അല്ലേ, 3000 ആണ്. അല്ല, എന്തായാലും നമുക്ക് 26-ാം തീയതി അറിയാൻ ചേട്ടാ. മതേതരത്വം വേണം ഇന്ത്യയിൽ. അതിന് ഇടതുപക്ഷത്തിന്റെ സംഭാവന വലുതാണ്. സിറ്റിംഗ് എം പി ബെന്നി ബെഹനാൻ പറയുന്നത് ഇന്നും കൂടെ ഉണ്ടാവും, നാളെയും കൂടെ ഉണ്ടാവുന്ന. അപ്പൊ പിന്നെ ചാലക്കുടി അങ്ങനെ കൈവിടുവോ? ചാലക്കുടിക്കാരെ ഇതുവരെ പോയിട്ട് ബെന്നി ചേട്ടനെ കാണുന്നത് ഈ 5 വർഷത്തിന് ശേഷം. അത് ആളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. തുടർച്ചയായി ഈ നിയോജകമണ്ഡലത്തിൽ വളരെ വിശദമായി ഏത് പക്ഷത്തു നിന്നുകൊണ്ട് നിൽക്കുമ്പോഴും വളരെ ആത്മാർത്ഥപരമായി പ്രവർത്തിച്ചൊരു MP ആണ് ബെന്നി ചേട്ടനെ. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കാണുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞോളൂ. കാരണം ഒന്ന് കാണണ്ടേ ഞങ്ങൾക്ക്. ഇന്ന് ഇന്ത്യയിൽ കാണുന്ന വികസനത്തിന് നേതൃത്വം നൽകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. അതിന്റെ ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ NDAയുടെ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്നത്. ഇത്തവണ BJP കൂടി പാർക്കും. പിന്നെ തീർച്ചയായിട്ടും ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാക്കി മാറ്റിയ പാർട്ടിയാണ് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കാൻ 60 ലക്ഷം രൂപയാണ് ഉമ്മൻചാണ്ടിയുടെ മോൻ വന്ന് വാങ്ങിക്കൊണ്ട് ചെയ്ത ഇലക്ഷന്. എല്ലാ പാർട്ടി BJPക്കും കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. തലയിൽ മുണ്ടിട്ട് വാങ്ങിയിട്ട് പോയാണ്. ആരെങ്കിലും നിഷേധിക്കണുണ്ടോ? നിങ്ങൾ 20 കോടി കൊടുക്കുന്നത് എന്തിനാണ്? 2020 20 കോടി കൊടുക്കുന്നത്? കൊടുക്കാൻ പാടുണ്ടോ? 40 ലക്ഷം രൂപയാണ് CPM കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷൻ കൈമാറിയത്. ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ട് കോൺഗ്രസ് വാങ്ങണമെന്നുണ്ടോ? ഞങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും റദ്ദ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇവര് 30 വർഷത്തെ ഒരു കണക്ക് ചോദിച്ചിട്ട് ഇവരെ ഞെരിക്കുകയാണ്. ഇവർക്ക് സത്യസന്ധമാണെങ്കിൽ അത് കൊടുക്കണേ. ഇപ്പോഴാണോ ചോദിക്കുന്നത്? നിങ്ങള് വിറ്റും ഭീഷണിപ്പെടുത്തിയാണ് വോട്ട് മേടിക്കുന്നത്. ആരോപണങ്ങൾ ഇപ്പൊ കേരളത്തിൽ ഗവൺമെന്റിനെതിരെ പറയുന്നുണ്ടല്ലോ. എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും? ഞാനൊരു പ്രവചനത്തിനും ഇല്ല. ജനങ്ങളുടെ മനസ്സിൽ അവരാണ് ഞങ്ങളുടെ വോട്ടർമാർ. ആ ഭൂരിപക്ഷം, അവർ നൽകുന്ന ഭൂരിപക്ഷം ഞങ്ങൾ ഏറ്റെടുക്കും. ഹൃദയം കൊണ്ട് ഭൂരിപക്ഷം ഉയർത്തും. തീർച്ചയായും ഉയർത്തും. അതിലെന്താ സംശയം? കേരളത്തിൽ ആദ്യമായി താമര വിരിയാൻ പോകുന്ന ചാലക്കുടിയിലാണോ? തീർച്ചയായിട്ടും കുടത്തിലാണ് താമര വിരിയാൻ പോണത്. കുടത്തിലാണോ? സാധാരണ ചെളിയിലല്ലേ? ഞങ്ങൾ ഇവിടെ ചാലക്കുടിയിൽ കുടത്തിലാണ് വിരിയാൻ പോണത്. കുറച്ചാളെ വെയിറ്റ് ചെയ്യും വിരിയാനായിട്ട്. മാഷിന്റെ കൂടെ ആയിരിക്കുമോ ചാലക്കുടി? തീർച്ചയായും. മാഷ് ചാലക്കുടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ചങ്ങാതിയാവും? ചങ്ങാതിയല്ല, അതിനപ്പുറം കൂട്ടുകാരനും ഒപ്പം കാവലാളുമായി മാറും. ഓൾറെഡി ഒരു ചങ്ങാതി ചാലക്കുടിക്ക് ഉണ്ട്, ബെന്നി ബെഹനാൻ. അല്ല, ചാലക്കുടിയുടെ ചങ്ങാതി ഇതുവരെ മണിയായിരുന്നു. അപ്പുറം ചാലക്കുടിയുടെ മറ്റൊരു ചങ്ങാതിയായി രവീന്ദ്ര മാഷ് മാറും. ചാലക്കുടിയിലെ ഒരു ഈസി വാക്ക് ഓവർ സാഹചര്യമൊന്നും ഇല്ല. ഒരു ദ്വന്ദ്വയുദ്ധത്തിനുള്ള സാഹചര്യവും കളവും നിലവിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തർക്കമുണ്ട്, ഉത്തരവുമുണ്ട്.